എന്തായാലും കറണ്ടില്ല, കേക്ക് ഉണ്ടാക്കാൻ നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നോസിലുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കേട്ടോ. ഇത് നമുക്ക് പാർട്ട് പാർട്ടായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാ നോസിലും ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എനിക്കിങ്ങനെ ഡിസൈൻ ചെയ്ത് കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണേ. അപ്പോൾ ആദ്യം നമുക്ക് നോസിലുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. എന്നതിന് ശേഷം അടുത്ത ഓരോരോ വീഡിയോയിലായിട്ട് കുറച്ച് കുറച്ച് നോസിലുകളെ ഒരുമിച്ച് ഇങ്ങനെ ഡിസൈൻ കാണിച്ചു തരാം. പ്രധാനമായിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നത് ഇയാളെ ആയിരിക്കും അല്ലേ, ഈ ഒരു റോസറ്റ നോസിൽ. അതിപ്പോൾ 1M 2D അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാങ്ങുന്നത്. ഈ നോസിലിൻ്റെ നമ്പറൊന്നും അവരെന്നോട് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നമ്പറൊന്നും എനിക്കറിയില്ല. ഒന്നാമത് ഇതിന് മുകളിലൊന്നും എഴുതി വന്നിട്ടുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോസറ്റ നോസിൽ പല തരത്തിലാണുള്ളത്. ഇപ്പോൾ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഈ 2 ഉണ്ടല്ലോ, ഇത് നിങ്ങൾ നോക്കണ്ട, സ്റ്റിക്കർ പറിച്ചിട്ട് അവിടെ ഇങ്ങനെ പശേണ്ടതാണ് കേട്ടോ, അഴുക്കൊന്നുമല്ല. അപ്പോൾ ഇത് 2 റോസറ്റ നോസിൽ ഇതുപോലെയാണുള്ളത്. അതിൻ്റെ ആ ഒരു കട്ടിങ് വരുന്നതിനനുസരിച്ചാണ് നമ്മളെ റോസ് മാറി മാറി വരുന്നത്. ഇവിടെ കുറച്ച് ഓപ്പൺ ആയിട്ടാണുള്ളത്, ഇവിടെ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടാണുള്ളത്. അതേപോലെ അത് തമ്മിലുള്ള ഗ്യാപ്പ്, ആദ്യത്തേന് ഗ്യാപ്പ് കുറവാണ്, ഇതിന് കുറച്ച് ഗ്യാപ്പ് കൂടുതലാണ്, ഇതളുകൾ കൂടുതലുണ്ട്, കുറവുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയ വ്യത്യാസമൊന്നും പ്രത്യക്ഷത്തിൽ വരില്ലെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പിക്ചറിന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നേ. അതുപോലെ അടുത്തത് കുറച്ചും കൂടി ഇതളുകൾ കൂടുതലുള്ളത്, നമ്മൾ കപ്പ് കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ളതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും, പെട്ടെന്ന് ഫില്ലാവും. അതിലും വലുതാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ പല തരത്തിലാണ് റോസറ്റ നോസിൽ നമ്മളെ ഇതെല്ലാം റോസറ്റ എന്ന് തന്നെയാണോ പറയാമെന്ന് പോലും എനിക്കറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് പൊതുവേ അറിയുന്ന കുറച്ച് നോസിലുകൾ. ഇനിയിപ്പോൾ അത് മാറ്റി വെക്കാം. എന്തായാലും ഇത് കുഞ്ഞി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പല വലിപ്പത്തിലുള്ളതുണ്ട്. വളരെ ചെറുത് മുതൽ കുറച്ച് അത്യാവശ്യം ഈ കാണിച്ചിരിക്കുന്ന വലുത് വരെയാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ റേറ്റൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. ഒരു 4-5 വർഷം മുൻപേ വാങ്ങിച്ചതാണേ. അപ്പോൾ എപ്പോഴും ഒരിക്കും എനിക്ക് തോന്നുന്നു 1M നോസിലാണെന്ന് തോന്നുന്നു ഞാൻ ഷോപ്പിൽ നിന്ന് ഒരിക്കൽ വാങ്ങിച്ചപ്പം അതിന് മാത്രമായിട്ട് ഒരു നോസിലിന് മാത്രം 40 രൂപ എങ്ങാണ്ടാണ് അവർ ചാർജ് ചെയ്തത്. പക്ഷേ ഓൺലൈനിൽ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ലാഭമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഈ ഒരു കട്ട് ചെയ്യുന്ന പണ്ട് ഈ നോസിൽ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ എടുത്തിട്ട് ഇതുപോലെ കത്രിക വെച്ച് കട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ ഡിസൈൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. തുടക്കത്തിൽ കേക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇപ്പം നോസിൽ കയ്യിൽ കിട്ടി വെക്കുമ്പോൾ ഉപയോഗിക്കുന്നേയില്ല. ഇത് കണ്ടോ, ഇത് ക്ലോസ്ഡ് അല്ല, ഇത് റോസറ്റയും അല്ല, ഇത് സ്റ്റാർ നോസിലാണെന്ന് തോന്നുന്നു. ഓപ്പൺ സ്റ്റാർ നോസിൽ എന്നാണ് തോന്നുന്നു പറയാം. അപ്പോൾ അതിൻ്റെ ഇത് കണ്ടോ, നീളം കൂടിയതും വീതി കുറഞ്ഞതും വീതി കൂടിയതും അങ്ങനെ പല തരത്തിലാണുള്ളത്. ഇത് എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള നോസിലാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതല്ല, ഇതിൻ്റെ വലുത് ഇതെനിക്ക് ഫസ്റ്റ് വൺ, ഈ ഒരു ഡിസൈൻ ഇല്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ പൊതുവെ ഉപയോഗിക്കുന്ന കൂട്ടത്തിലുള്ളതാണേ. അപ്പോൾ അതിൻ്റെ ചെറുതും വലുതും ഉണ്ട്, ഈ കാണിച്ചിരിക്കുന്നതിൻ്റെ ഒരു വലുതും കൂടെ ഉണ്ട്. ഇനി പൂവുകളൊക്കെ ആയി, ഇനി ഇലകളാണ് വേണ്ടത്. ഇത് ലീഫ് നോസിലാണ്. ഇതൊരു അത്യാവശ്യം ചെറിയൊരു ലീഫാണ് കേട്ടോ, മെലിഞ്ഞിട്ടുള്ളൊരു ലീഫാണ് വരിക. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ച് തടിയുള്ള ലീഫുണ്ട്. അതും അതിൻ്റെ കട്ടിങ് മാറുമ്പോഴാണ് അതിൻ്റെ തടി കൂടുന്നതും കുറയുന്നതൊക്കെ. കണ്ടോ, ഇത് ആ സെൻറ്ററിലുള്ള ആ ഒരു വി ഷേപ്പ് കട്ട് ചെയ്തതും വ്യത്യാസമുണ്ട്, സൈഡിൽ നോക്കുമ്പോൾ തിക്നെസ്സും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെയാണ് അതിനുള്ളിൽ കൂടെ ക്രീം വരിക. അപ്പോൾ ലീഫിനും അതേ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പലതരത്തിലുള്ള ലീഫ് നോസിലാണ് ഇപ്പം നമ്മളെ കയ്യിലുള്ളത്. ആ ലീഫ് നോസിൽ വെച്ചിട്ടും നമുക്ക് ഫ്ലവർ ചെയ്യാം കേട്ടോ, ബോർഡർ ചെയ്യുക, അങ്ങനെ നമ്മളെങ്ങനെയാണോ അത് ഉപയോഗിക്കുന്നതിനനുസരിച്ചല്ലേ വരിക. ഇതാണ് പെറ്റൽ നോസിൽ. പെറ്റൽ നോസിൽ വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള പൂവുകൾ ഉണ്ടാക്കാം. ഇങ്ങനത്തെ മാത്രമല്ല കേട്ടോ, നമ്മളെ നമ്പ്യാർ വട്ടം അങ്ങനെയല്ലേ നിങ്ങൾ പറയുക, നമ്പ്യാർ വട്ടം പോലുള്ള പൂക്കൾ, അങ്ങനെ പലതരത്തിലുള്ള പൂക്കൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ട് കേക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കർവ് കണ്ടില്ലേ, ഇതുപോലത്തെ പൂക്കളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കർവിനകത്ത് നിങ്ങൾ ആ തടിയുള്ള ഭാഗം ഭൂമീൻ്റെ ഡയറക്ഷനിലേക്കും മറ്റേ മെലിഞ്ഞ തിന്നായിട്ട് അവസാനിക്കുന്നത് ആകാശത്തിനെ ഫേസ് ചെയ്തിട്ടും വെച്ച് കഴിഞ്ഞാൽ നല്ല പൂ കിട്ടും കേട്ടോ. എന്തെല്ലാം എക്സാമ്പിളും കൊണ്ടാണ് വരുന്നത് ഈശ്വര. അതുപോലെ തന്നെ ഞാൻ റോസ് ഫ്ലവർ ചെയ്യാൻ ഈ ഒരു നോസിലും കൂടെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു ഇതളുകൾ കിട്ടുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇത് തന്നെ ഇത്ര വലുപ്പത്തിൽ കർവ് ഉള്ളതും വരുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ തപ്പിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അങ്ങനെ. ഇനി നമ്മൾ ചെയ്യുമ്പം വിശദമായിട്ട് കാണിക്കാമല്ലോ. പിന്നെ വരുന്നത് അതിൻ്റെ ഒരു കുഞ്ഞു നോസിലാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് ചെയ്ത ആ ഒരു മഞ്ഞ ഫ്ലവറാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ക്രീമിലുള്ള റോസ് അതാണ്. ഇത് ലീഫ് നോസിലാണ്. ഇത് നമുക്കിങ്ങനെ ബോർഡറൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ കുത്തിയൊക്കെ വരച്ചെടുക്കാം.
അതുപോലെയുള്ളത് പിന്നെ ഇതാണ്. ഇത് പക്ഷേ നോസിലിൻ്റെ നിർബന്ധമില്ലേ, നമുക്ക് പൈപ്പിംഗ് ബാഗ് ഓരോരോ വലുപ്പത്തിൽ കട്ട് ചെയ്താലും ഇതുപോലെ വരും. പക്ഷേ പേരൊക്കെ എഴുതാനാണെങ്കിൽ എൻ്റെ ചെറുവിരൽ കിടക്കുന്ന ചെറുതില്ലേ, അതൊക്കെ ഇട്ടിട്ടാകുമ്പോൾ പെർഫെക്റ്റായിട്ട് ഇങ്ങനെ വരും. ചില സമയത്ത് നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ഇടുമ്പോൾ വിചാരിച്ച പോലെ വരാണ്ട് ഇങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് ചാടുക, അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടാണെങ്കിൽ. പിന്നെ കണ്ടോ, ചെരിച്ച് കട്ട് ചെയ്തതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം ഞാനിപ്പോൾ കാണിച്ചത്, പക്ഷെ അതുമായിട്ട് ചെറിയൊരു സാമ്യമുള്ള നോസിലാണത്. അപ്പോൾ പിന്നെന്താണ്, പകുതി ഭാഗത്ത് ഇങ്ങനെ പല്ലുള്ളത് പോലെ ഉണ്ട്, പകുതി ഭാഗത്ത് പ്ലെയിൻ റൗണ്ട്. ഇതൊക്കെ നമുക്ക് ബോർഡറാക്കി വരയ്ക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അതുപോലെ ഇത് നമ്മൾ പിന്നെ ചെടിച്ചട്ടി അല്ലെങ്കിൽ മതിലുകളൊക്കെ വരയ്ക്കൂലേ ഇങ്ങനെ സൈഡിലൊക്കെ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. അതിൻ്റെ ചെറുതും വലുതും ഉണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, നടുവിലൊരു കർവുള്ളത് പൊന്തിച്ചിങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ നോസിൽ, എല്ലാ നോസിലിൻ്റെയും വർക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരും കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ ചെയ്യുന്ന മോഡലുകളൊക്കെ ഒരു റഫായിട്ടുള്ള ഡിസൈനൊക്കെ ആ കേക്കിൽ ചെയ്യാം. ഇനി അങ്ങോട്ടുള്ള കേക്കുകളിലൊക്കെ നമുക്ക് എന്തായാലും ഇത്രയും നോസിൽ എന്തായാലും വാങ്ങി വെച്ചില്ലേ, ഉപയോഗപ്രദമാക്കാമല്ലോ. നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. അത്രയധികം ആളുകൾ നോസിലിനെ പറ്റി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഓരോ കേക്കിലും ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ അവർ നിർബന്ധം പറയാത്ത കേക്കിൽ നമുക്കിതൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരേ. പിന്നെന്താണ്, ഇത് എനിക്ക് ഒരുവിധം നല്ല പോലെ ഉപയോഗിച്ചൊരു നോസിലാണ് കേട്ടോ. ഏറ്റവും കുഞ്ഞി സ്റ്റാർ നോസിൽ ഇതുപോലത്തെ ഫില്ലിങ് കണ്ടില്ലേ, മെസ്സിന്ന് എഴുതിയതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നീലയും വെള്ളയും കൊടുത്തിരിക്കുന്നത് ഈ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾ മറ്റേ ബോ കെട്ടുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള നോസിലാണ്. പിന്നെന്താ, ഇത് നമ്മൾ സാധാരണ ലീഫ് നോസിൽ തന്നെ, പക്ഷെ അതിൻ്റെ അറ്റം എന്തുകൊണ്ടോ അടിച്ച് പരത്തിയതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ആ വർക്കും വ്യത്യാസം വരും. ഇത് കണ്ടില്ലേ, ഇത് കൂർത്തിട്ടാണ് നിൽക്കുന്നത്. സെയിം സംഭവം ഒന്ന് മടക്കി കൊടുത്തിട്ടാണ് അടുത്ത നോസിൽ ഉണ്ടാക്കിയത്. കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ. ഇനിയുള്ളത് റഷ്യൻ നോസിലാണ്. ഇത് ചെയ്യുന്ന സമയത്ത് ശരിക്കും ക്രീം നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിങ്ങിലാണെങ്കിൽ മാത്രമാണ് കേട്ടോ, ബീറ്റായാൽ മാത്രമാണ് ഈ ഒരു നോസിൽ വർക്കാവുള്ളൂ. അതേപോലെ ഇതിനകത്ത് കണ്ടോ, ഇത് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണ്ട, പ്രസ് ചെയ്ത് വലിക്കുമ്പോഴത്തേക്ക് തന്നെ ആ ഫ്ലവർ അതിൽ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്ത് കൊടുക്കണ്ട. അതിൻ്റെ നടുവിൽ ഇങ്ങനെ കുത്തില്ലേ, അതിങ്ങനെ പൂക്കളുടെ നടുവിലുള്ള അല്ലികൾ ഉണ്ടാവുമല്ലോ, അതായിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ തന്നെ നടുവിൽ കുറച്ച് മഞ്ഞ കളറും, അതായത് ഇതിന് അല്ലികൾക്ക് മഞ്ഞ കളർ കൊടുക്കുക. എന്നിട്ട് ചുറ്റിൽ 2 കളറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു നോസിൽ യൂസ് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. ഇത് പാറ്റേൺ നമ്മൾ സ്റ്റെൻസിൽ വർക്കൊക്കെ ചെയ്യുന്ന പോലെ ഇത്ര മാത്രം വെച്ചിട്ട്, ഇത്ര ഹൈറ്റിൽ മാത്രം വെച്ച് നിർത്തുമ്പോൾ നല്ലൊരു പാറ്റേൺ ആണ് നമുക്ക് കേക്കിൽ കിട്ടുക. ഇനി ഇതൊക്കെ ചെയ്ത് നോക്കണം. ഇതൊക്കെ കയ്യിലുള്ളതേ മറന്നുപോയി, അതുകൊണ്ടാണ് കേട്ടോ ചെയ്ത് നോക്കാൻ പോലും മറന്നേ പോയി. അപ്പം ഇതൊക്കെയാണ് നോസിൽ തന്നെ. ഇനി നമുക്ക് ഇതിനെ പരിചയപ്പെടാം. ഇതിനെന്തോ ഒരു പേര് പറയും, അതെൻ്റെ അടുത്ത് മറന്നുപോയി കേട്ടോ, ഓർമ്മ ഉണ്ടായിരുന്നേ, ഇപ്പം എനിക്ക് ഓർമ്മയില്ല. ഇതുപോലത്തത് പല വലുപ്പത്തിലാണ് നമുക്ക് കിട്ടുക ഷോപ്പിൽ, കാരണം നോസിലും പല വലുപ്പത്തിലല്ലേ. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒരേ കളറ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റ് ആണെന്ന് വെക്കാം. നമ്മളിപ്പോൾ വിപ്പിംഗ് ക്രീം എടുക്കുന്ന സമയത്ത് പൈപ്പിംഗ് ബാഗ് പല വലുപ്പത്തിൽ കിട്ടും കേട്ടോ. ഇതിൽ ചെറുതുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ നല്ല വലുപ്പം ഇനിയും എക്സ്ട്രാ വലുപ്പം ഉള്ളതുണ്ട്, അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് നമ്മൾ നോസിലിടുന്ന സമയത്ത് ഒരു ഡിസൈൻ മാത്രമല്ല, നമുക്ക് പല ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോസിൽ മാറ്റി ഇടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ എങ്ങനെയാണ് നോസിലിടാന്നൊക്കെ അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ ഇട്ട് നോക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ. എക്സ്പീരിയൻസ് ആയതിന് ശേഷം മാത്രം ഒരു ഊഹത്തിൽ കട്ട് ചെയ്താൽ മതി. കാരണം ഇത്തിരി ഒന്ന് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നോസിൽ അതിൽ ചാടി ഇങ്ങ് പോരും. നമ്മൾ ക്രീം പ്രസ് ചെയ്യുന്ന സമയത്ത് നോസിലോട് കൂടിയിട്ട് ഇങ്ങ് പോരും. അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു നോസിൽ എവിടെയാണുള്ളത് അതിൻ്റെ പകുതിക്ക് വെച്ചിട്ട് മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് കട്ട് ചെയ്യുക, എന്നിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് കൂട്ടി കട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. പക്ഷെ ആദ്യം തന്നെ കൂടുതൽ കട്ട് ചെയ്ത് പോയാൽ പിന്നെ ചെറുതാക്കാൻ പറ്റില്ല. അതാണ്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ആക്കിയതിന് ശേഷം ഇങ്ങനെ പിടിച്ച് ഞെക്കുന്ന സമയത്ത് ബാക്ക് ഭാഗം അങ്ങനെ ഇടരുത്. അപ്പോൾ ഈ ക്രീം മുന്നോട്ട് വരുന്ന പോലെ തന്നെ ബാക്കോട്ടും പോകുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു തിരിച്ച് ലോക്കാക്കിയതിന് ശേഷം ഈ 2 വിരൽ വെച്ച് അത് അവിടെ അങ്ങ് അമർത്തി പിടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വിരൽ കൊണ്ട് ക്രീമിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് നല്ല രീതിക്ക് എയർ ബബിൾസ് ഒന്നും കുടുങ്ങാണ്ട് തന്നെ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു നോസിൽ മാത്രം പോരാ, വേറൊരു നോസിലും കൂടെ സെയിം ഇതിൽ തന്നെ ക്രീം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇനിയും കുറച്ചും കൂടെ ഡിസൈൻ ചെയ്യണം നോസിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു നോസിലിൻ്റെ ക്യാപ്പാണോ എന്തെനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഈ ഒരു സംഭവം ഇട്ടിട്ട് അതാദ്യം ഇടാം. ഇതൊരു
അഡാപ്റ്ററാണോ അല്ല എന്തോ പറയും ഇതിന് പേര് കേട്ടോ, ഓർമ്മയുള്ളവരെനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മൾ ഇട്ടിട്ട് നോസിലിടാം. ഇത് ക്രീം ഉണ്ടെന്ന് വിചാരിക്കും. ഇതിട്ടതിന് ശേഷം നമ്മൾ ക്രീം ഫില്ല് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ആ ഒരു ടോപ്പിലേക്ക് ഇഷ്ടമുള്ള നോസിൽ വെച്ച് കൊടുക്കുന്നു. ആദ്യം നമ്മൾക്കിപ്പം ഏതെങ്കിലും ഒരു നോസിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു റിങ് പോലത്തെ ഒരു സംഭവമുണ്ട്, അതും കൂടിയും വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല രീതിക്ക് അവിടെ ടൈറ്റായിട്ട് അങ്ങ് നിൽക്കും. എന്നിട്ട് നമ്മൾ ക്രീം വെച്ചിട്ട് ആ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നോസിൽ മാറ്റണം. അപ്പോൾ ഞാനിതാ അടുത്തൊരു നോസിൽ ഇവിടെ ഈ ഒരു സംഭവം മാത്രം ഇങ്ങനെ ലൂസാക്കി കൊടുത്ത് ആ നോസിലെടുത്ത് മാറ്റാം. ഇനി അടുത്ത നോസിൽ ഇട്ട് കൊടുക്കുക. അപ്പോഴും നമ്മൾ നേരത്തെ എടുത്ത ക്രീം ഇവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അടുത്ത നോസിൽ വെച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക, അടുത്ത വർക്ക് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും ഇത് ഊരിയെടുത്തിട്ട് അടുത്ത നോസിൽ വെക്കാം. പക്ഷേ ഇത് പല വലുപ്പത്തിലുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു വലിയ നോസിലിന് ഇത് സെറ്റ് ആവില്ല. ഇത് നമുക്ക് അതിനനുസരിച്ച് വലുപ്പത്തിലുള്ള ആ ഒരു വൈറ്റ് കളറുള്ള സംഭവമില്ലേ, അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചാൽ മാത്രമാണ് ആ സൈസിലുള്ള ഇതൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ എനിക്കിപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ ആ വലുതില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ നോസിലിട്ടിട്ട് ക്രീം ആഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലുതല്ലേ എനിക്കിപ്പോൾ പോവാത്തത്, അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വേറൊരു, അതായത് നേരത്തെ നമ്മളെടുത്ത് ആക്കിയ ഇത് ഇങ്ങനത്തെ കേക്കിലൊക്കെ കുറേ കളറിൽ ഇങ്ങനെ ചെയ്യണ്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വേറൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിലൊരു നോസിലിട്ട് വെക്കും. അതിൽ നോസിൽ മാത്രമേ ഇടുള്ളൂ, ക്രീം ആഡ് ചെയ്യൂല കേട്ടോ. ക്രീം ആഡ് ചെയ്തത് വേറെ പൈപ്പിംഗ് ബാഗിലെടുക്കും. എന്നിട്ട് നമ്മൾ ആ ക്രീമിനെ ആ നോസിൽ ഊരാതെ തന്നെ ഈ ഒരു നോസിലിട്ട് വെച്ചിട്ടുള്ള പ്ലെയിൻ കവറിലേക്ക് ഇട്ട് കൊടുത്താൽ പിന്നെ ക്രീം ഏറ്റവും ലാസ്റ്റ് പുറത്തേക്ക് ചാടുമ്പം ഏത് ഷേപ്പിലാണോ അതല്ലേ നമുക്ക് വിസിബിളായിട്ട് വരുള്ളൂ. അപ്പോൾ ആ രീതിക്ക് അപ്പം ഇതിൽ നോസിൽ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക. അതായത് ക്രീം ഇടാത്ത പൈപ്പിംഗ് ബാഗിൽ മാറ്റി മാറ്റി കൊടുക്കുക. ആ ഒരു വൈറ്റ് സാധനത്തിന് പകരം നമ്മളിവിടെ പൈപ്പിംഗ് ബാഗാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗ്രാസ് നോസിലാണ് കേട്ടോ, പറയാൻ വിട്ടുപോയി. നമ്മൾ ജംഗിൾ തീമൊക്കെ ചെയ്യുമ്പോൾ പുല്ല് മുളപ്പിക്കുമല്ലോ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നോസിലിൻ്റെ കാര്യങ്ങൾ. ഇനിയുള്ളത് ഫ്ലവർ നെയിലുകളാണ്. പല ഷേപ്പിൽ പല വലുപ്പത്തിൽ അതും കിട്ടും. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലൊരു നെയിലുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ട് അവർക്കൊന്ന് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു നെയിലിനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോഴാണ് മേലെ നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോൾ ഓരോരോ ഇതളുകളായിട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതൊക്കെ നമുക്ക് നല്ലോണം ചെയ്ത് കാണിക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിങ്ങനെ കറങ്ങുമ്പോൾ നമുക്കതൊരു എളുപ്പമാണെന്ന് മാത്രം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ ഉള്ളം കൈയിലൊക്കെയാണ് ഫസ്റ്റ് നേരത്തെ കാണിച്ച ആ മഞ്ഞ കളർ ഫ്ലവറില്ലേ, അതൊക്കെ ഞാൻ ജസ്റ്റ് ഉള്ളം കൈയിൽ വെച്ചിട്ട് ചെയ്ത ഫ്ലവേഴ്സാണ്. അതിൻ്റേതായ കുഴപ്പങ്ങൾ അതിനുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലുള്ള ഓരോരോ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ.